ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പൗലോസിൻ്റെ ക്രിസ്തു ദർശനം എന്നുള്ള ഒരു ചിന്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്നെ വല്ലാതെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം. എൻ്റെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ ഞാൻ പറയുമ്പോൾ ഞാനൊരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീച്ചറൊന്നുമല്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ ചലഞ്ച് ചെയ്യുന്നത് ദൈവസഭയ്ക്ക് പ്രയോജനകരമായി തീരും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ കൈമാറുകയാണ്. ഈ വചനം എന്നെ വളരെയധികം ചലഞ്ച് ചെയ്ത ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ്. അതോടൊപ്പം എൻ്റെ ചില അനുഭവങ്ങളും ഞാൻ ഇന്ന് പകൽക്കാലം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ളതായ വാക്യങ്ങൾ പൗലോസിൻ്റെ വളരെ ശക്തമായിട്ടുള്ള തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആപ്തവാക്യം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഭാഗമാണ്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ആ പദം എന്നെ വളരെയധികം ചിന്തിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയുടെ മറവിൽ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരു കോർപ്പറേറ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ ഒരു സഭയുടെ തണലിൽ, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ്റെ ആത്മീയതയുടെ മറവിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ആത്മീയതയുടെ മറവിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ആത്മീയതയുടെ മറവിൽ ജീവിച്ച് മുന്നോട്ട് പോയി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടം. ഇവിടെ പൗലോസ് തൻ്റെ ജീവിത ദർശനം ക്രിസ്തുവിൽ അധിഷ്ഠിതമായി ഡിഫൈൻ ചെയ്യുമ്പോൾ താൻ ഉപയോഗിക്കുന്ന പദം ഞാൻ എന്നാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തന്നെ അന്നുള്ളതായ സമൂഹത്തിൽ നിന്നും വേർപിരിക്കത്തക്ക രീതിയിലുള്ള തൻ്റെ ഇടം കാണിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, മറ്റുള്ളവരുടെ ചിന്താഗതികൾ എന്താണ് എന്നുള്ളതല്ല എന്നെ സ്വാധീനിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, എൻ്റെ ജീവിത ദർശനം ക്രിസ്തുവിൽ അധിഷ്ഠിതമായി ഞാൻ വിഭാവനം ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് മീ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ക്രിസ്തീയതയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതായ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എൻകൗണ്ടറിന്റെ ഭാഗമായി മുന്നോട്ട് പോകേണ്ടതായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് അങ്ങനെ പ്രസംഗിക്കുവാനായിട്ട് പാടില്ല. കാരണം ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാനായിട്ട് തീരുമാനമെടുത്ത സമയത്ത് ഞാൻ അവരോട് ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കൺവെർസേഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധത്തിൽ വന്നിട്ടില്ലെങ്കിൽ, ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിട്ടില്ലെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ സ്കൂളിൽ ഇരിക്കുന്ന യേശുവിനെ അറിയാത്ത അല്ലെങ്കിൽ നിരീശ്വരവാദിയായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ നിങ്ങളും നരകത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ മകൻ വളരെയധികം എന്നോട് പറഞ്ഞു, ഡാഡി, ഇറ്റ് ഈസ് ടു മച്ച് ടു ടേക്ക്. അല്ലേ? എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യം, അപ്പോൾ ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ലേ? വെരി റിലവന്റ് ക്വസ്റ്റ്യൻ അല്ലേ? സൺഡേ സ്കൂൾ പഠിച്ചത് കൊണ്ട് പ്രയോജനമില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഉണ്ട്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ടല്ലോ, നീ ചെറുപ്പം മുതൽ പഠിച്ചതും, നമ്മുടെ ഭാഷയിൽ അങ്ങ് പറയാം, നീ സൺഡേ സ്കൂൾ പഠിച്ചതും, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു നല്ല ഒരു മാതാവിനെ ലഭിച്ചതും, ഒരു വലിയമ്മ ലോവിസിനെ ഉള്ള വിശ്വാസം ലഭിച്ചതെല്ലാം നിന്റെ രക്ഷയ്ക്ക് കാരണമായി മാറി.
enabled you to take the decision. അല്ലാതെ നിനക്ക് പകരമായി, രക്ഷയുടെ പകരമായി അത് മാറിയില്ല. മനസ്സിലായോ? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. സൺഡേ സ്കൂൾ പഠിക്കുന്നത് രക്ഷയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. PIPയിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ യൂത്ത് മീറ്റിംഗിൽ പങ്കെടുക്കുന്നതും ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്നതും ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർന്നതൊന്നും രക്ഷയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പൗലോസ് പറയുകയാണ്, the encounter I had was very personal. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ, ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പലരും സഭായോഗങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും മറുപടി പറയുവാൻ പ്രയാസമാണ്. ഞാനിന്ന് ഓർക്കുന്നു, ഒരു വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ഞാൻ രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ളവർ എന്നോട് വന്ന് പറഞ്ഞു, ബ്രദർ, ഇതൊക്കെയാണോ സഭായോഗത്തിൽ പ്രസംഗിക്കേണ്ടത്? ഞാൻ ചോദിച്ചു, വായ്? കാരണം ഞങ്ങളെല്ലാം നാളുകളായിട്ട് പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിക്കുകയും ഈ ചർച്ചിന്റെ ഭാഗമായി. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്ന് രാവിലത്തെ ചോദ്യം. എന്നെ കേൾക്കുന്ന പ്രിയ ചെറുപ്പമുള്ളവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഡിഡ് യു ഹാവ് an encounter with Christ? That's very important. പൗലോസ് പറയുകയാണ്, തൻ്റെ അഗ്രിപ്പ രാജാവിന് മുമ്പിലും ഫെസ്തോസിന് മുമ്പിലും അങ്ങനെയുള്ള എല്ലാ ന്യായ വിസ്താരത്തിലും പൗലോസിന്റെ സാക്ഷ്യം നമ്മളൊന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഞാൻ സ്വർഗീയ ദർശനത്തിന് എന്ത് ചെയ്തില്ല? അനുസരണക്കേട് കാണിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്, ആ വഴിയാത്രയിൽ വെച്ച് എന്നോട് കൂടെയുള്ളവർ പലരും വെളിച്ചം കണ്ടുവെങ്കിലും ഞാൻ ഒരു ശബ്ദം കേട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നോട് കൂടെയുള്ളവർ എന്ത് ചെയ്തു? അവർ വെളിച്ചം കണ്ടു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഒരു ശബ്ദം കേട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ വ്യക്തിപരമായി വിളിച്ച, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് ക്രിസ്തു ദർശനമാണെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ 4 സൺഡേ സ്കൂൾ പഠിച്ച ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ മാതാവിൻ്റെ വീട്ടുകാരെല്ലാം ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. അങ്ങനെ ഞാൻ രാവിലെ ബ്രദറൻ സൺഡേ സ്കൂൾ പോയി പഠിക്കും. അതിനുശേഷം ഞങ്ങൾ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഭാഗമായതുകൊണ്ട് ഷാരോൻ ഫെലോഷിപ്പിൻ്റെ ഒരു ബൈബിൾ സൺഡേ സ്കൂൾ. അത് കഴിഞ്ഞ് ഈവനിങ് ഒരു എക്യുമെനിക്കൽ ചർച്ചിൻ്റെ ഒരു സൺഡേ സ്കൂളുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ് എൻ്റെ അങ്കിൾ, നമ്മൾ ഇന്ന് പാടുന്ന പല പാട്ടുകളും എഴുതിയിട്ടുള്ള അങ്കിളാണ് പാസ്റ്റർ പി മാത്യു. അദ്ദേഹം CPM ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ CPM സൺഡേ സ്കൂളും പഠിക്കും. അങ്ങനെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ സൺഡേ സ്കൂൾ രാത്രി 5 മണി വരെയാണ്. അങ്ങനെ നല്ല ഒരു ഭക്തൻ എന്നുള്ള പേരുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്, 14-ാമത്തെ വയസ്സ് എൻ്റെ വീട്ടിലേക്ക് ഒരു അങ്കിൾ വന്നു. ഹി വാസ് പാർട്ട് ഓഫ് ICPF. പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണ്, ഡു യു നോ ജീസസ്? എന്നെ വല്ലാതെ ആ ചോദ്യം അലട്ടി. 4 സൺഡേ സ്കൂൾ പഠിക്കുന്ന എന്നോട് ഈ അങ്കിളിന് എങ്ങനെ ധൈര്യം വന്നു ചോദിക്കാൻ? മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, ഡു യു ഹാവ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ്? ഞാൻ അന്ന് രാത്രി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. വളരെ പാപഭാരത്താൽ ഞാൻ കരയുവാനിടയായി. ഞാൻ അന്ന് രാത്രി വിതുമ്പി കരഞ്ഞ് ഞാൻ അന്ന് രാത്രി ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, കർത്താവേ, സൺഡേ സ്കൂൾ പഠിച്ചതെല്ലാം രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് അന്ന് രാത്രിയാണ് ജീവിതത്തിൻ്റെ തുടക്കം.
പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിന്റെ ജീവിത ദർശനത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് ഇവിടെ തൻ്റെ ആ ദർശനം ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അതിൻ്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. അടുത്ത വാക്യം, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ. അവിടെയും പൗലോസ് ഉപയോഗിക്കുന്ന പദം ശ്രദ്ധിച്ചോ, ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്നെണ്ണുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമേ, ഈ ഡെഫിനിഷനിൽ 2 വ്യക്തിത്വങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരെല്ലാവരും ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. എൻ്റെ കുടുംബം ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, ചർച്ച് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. എന്നാൽ ഈ ഇക്വേഷനിൽ, ഈ ജീവിത ദർശനത്തിന്റെ ഇക്വേഷനിൽ 2 വ്യക്തികളാണ്. ഒന്ന് ഞാനും, 2 ക്രിസ്തുവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഞാനും ക്രിസ്തുവുമായുള്ള ജീവിതയാത്രയിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ യാതൊരു തേർഡ് പാർട്ടിക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ 2 പേരെ പാർട്ട്നേഴ്സ് ഉള്ളൂ. ഇവിടെ മൂന്നാമതൊരാളുടെ അഭിപ്രായം ഈ ബന്ധത്തിൽ ബാധകമല്ല. പൗലോസ് പറയുകയാണ്, മൂന്നാമതൊരു വ്യക്തിയുടെ അഭിപ്രായം ഇവിടെ ബാധകമല്ല. എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളത് എനിക്കൊരു ബാധകമല്ല. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം, ഈ അഗ്രിമെന്റിന്റെ, ഈ കവണന്റിന്റെ ഭാഗത്ത് ഞാനും അപ്പുറത്ത് നിൽക്കുന്ന ക്രിസ്തുവും മാത്രമായിട്ടുള്ള ഇടപാടാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ആരോടുമല്ല, ക്രിസ്തുവിനോ മാത്രമാണ്. ഹല്ലേലൂയ. ഓൺലി ജീസസ് ക്രൈസ്റ്റ്. അതിലേക്ക് നമ്മുടെ ഇക്വേഷൻ ആപ്തവാക്യം കൊണ്ടുവരുമ്പോൾ നമ്മൾ രൂഢമൂലമായിരിക്കുന്ന ഒരു ജീവിതം നമ്മൾ പങ്കുവെക്കുവാനായിട്ടിടയായിത്തീരും. ഇതിൻ്റെ ഇടയിൽ ആർക്കും കടന്നു വരുവാൻ സാധ്യമല്ല, അല്ലെ? വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഉടമ്പടിയാണ്. ഇതിൽ ഒരു തേർഡ് പാർട്ടിക്ക് എന്തില്ല? ഒരു ബിസിനസ്സും ഇല്ല. The moment third party comes into married life, the married life will be broken. മനസ്സിലായോ? മൂന്നാമതൊരു പാർട്ടി ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിൽ കയറിയാൽ എന്തോ സംഭവിക്കും? കുടുംബം തകരും. ഇവിടെ പൗലോസ് പറയുകയാണ്, ഓരോ ദിവസവും ഈ കവണന്റ് ഞാനൊന്ന് എടുത്തു നോക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നേടുവാനുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഓട്ടത്തിൽ ഇതിന്റെ ഇടയിൽ ഒന്നും കയറി വരുവാൻ ഞാൻ അനുവദിക്കുന്നില്ല. എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് ഇറ്റ്സ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ജീസസ്. ഹല്ലേലൂയ. ഓ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഒരു സിംപ്ലിഫിക്കേഷൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു എക്സ്ട്രാ അറ്റാച്ച്മെന്റും ഇല്ല. ഹല്ലേലൂയ. യാതൊരു വിധമായ പരിഗണനകളോ യാതൊരു വിധമായ സാമൂഹികമായ ചിന്താഗതികളോ ഒന്നുമില്ലാതെ പൗലോസ് വളരെ പ്ലെയിൻ ആയിട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇവിടെ പറയുകയാണ്, ദിസ് ഈസ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ മാസ്റ്റർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ആരുടെ വിളി കേട്ടിട്ടാണ് ഇറങ്ങി തിരിച്ചത്? ആരുടെ വിളിയാണ് നമ്മൾ കേട്ടത്? അല്ലേ? കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ എങ്ങനെയാ വിളിച്ചത്? ഫോളോ മീ. അല്ലേ? വളരെ പേഴ്സണൽ ആയിട്ടുള്ള വിളിയാണ് അവിടെ. ഫോളോ മീ. ഞാൻ ആ പദത്തെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള, വളരെ ഒഡേഷ്യസ് ആയിട്ടുള്ള ഒരു കോളാണത്. അല്ലേ? സാധാരണഗതിയിൽ ഏതൊരു സ്റ്റേറ്റ്മെന്റ് ഒരാൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സർക്കംസ്റ്റാൻസസ്. അല്ലേ? ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന
പിണറായി വിജയൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണോ? ആയിരിക്കണം നിർബന്ധമില്ല, അല്ലേ? കാരണം ആസ് ലോങ് ആസ് ഈസ് ഇൻ പവർ ദ സ്റ്റേറ്റ്മെന്റ് ഹാസ് ഡിഫറെന്റ് മീനിങ്, അല്ലേ? കാരണം ഇറ്റ് ഈസ് ബൗണ്ട്. അതിനെല്ലാം പരിമിതികളുണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്. തൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ, താൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുടെ ഇതെല്ലാം അതിനെ ബാധിക്കുന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഇന്ന് താൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 5 കൊല്ലം കഴിഞ്ഞ് ബാധകമല്ല. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫോളോ മീ എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൺസ്ട്രെയിൻഡ് ആയിട്ട് ഒരു ക്ലോസും താൻ വെച്ചില്ല. വെച്ചോ, 6 മാസം നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് നോക്കണം, എന്നിട്ട് സംഭവമൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം? 6 മാസത്തെ കാര്യമല്ല. അല്ല, ഇന്ന സ്ഥലങ്ങൾ വരെ എന്നെ ഫോളോ ചെയ്യാവൂ, ഇന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. നോ, ഫോളോ മീ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു പരിമിതികൾക്കും അപ്പുറമാണ്, എല്ലാ പരിമിതികൾക്കും അപ്പുറമാണ്. ടൈം ബൗണ്ട് അല്ല. ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ പ്ലേസ്, ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ എനി ഡിമെൻഷൻ. ഹല്ലേലൂയ. സ്ഥലകാലങ്ങൾക്കൊക്കെ അപ്പുറമായി ഏത് സാഹചര്യത്തിലും കർത്താവ് പറയുന്നത് എന്നറിയാമോ? ഏത് സാഹചര്യത്തിലും എന്നെ അനുഗമിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ, എന്നെ അനുഗമിക്കുവാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയില്ല. ഓ, പ്രൈസ് ദി ലോർഡ്. എന്നെ അനുഗമിക്കുവാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ല. എന്നെ അനുഗമിക്കുവാൻ സാധിക്കാത്ത ഒരു സ്ഥലം നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ല. എന്നെ അനുഗമിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ല. ഇറ്റ് ഈസ് an unconditional call between me and you. ഓ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് പൗലോസിന്റെ ജീവിത ദർശനം വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുവാൻ പൗലോസിന് ആരുടെയും സഹായം ആവശ്യമില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഒരു പർസ്യൂട്ടാണ്, ഒരു പർസ്യൂട്ടാണ്. ഹല്ലേലൂയ. ഇതൊരു ജീവിത യാത്രയാണ്. ഇത് മുന്നോട്ടായുന്ന ഒരു ജീവിത യാത്രയാണ്. ഇത് പിന്നോട്ട് പോകുന്നതല്ല. ഹല്ലേലൂയ. ഇത് എല്ലാ ദിവസവും പുതുക്കം പ്രാപിക്കുന്ന, എല്ലാ ദിവസവും മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ്. ഇതിൽ ഇന്നലകൾക്ക് പ്രാധാന്യമില്ല. പ്രൈസ് ദി ലോർഡ്. നാളെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇൻ വൺ ഓഫ് ദി ഇന്റർവ്യൂ ആമസോണിന്റെ CEO പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുകയാണ്. എന്തുകൊണ്ടാണ് ആമസോൺ ഇത്രയും ഇന്നോവേറ്റീവ് ആയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, എവ്രി ഡേ ഇൻ ആമസോൺ ഇസ് day 1, ഇൻക്ലൂഡിങ് മീ. ആമസോണിലുള്ള എല്ലാവർക്കും എല്ലാ ദിവസവും day 1. We don't have any day 2 in our company. മനസ്സിലായോ? എല്ലാ ദിവസവും രാവിലെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും രാവിലെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസം പുതിയ ദിവസമാണ്. ഇന്നത്തെ ദിവസം 1-ാം ദിവസമാണ്. പൗലോസ് പറയുകയാണ്, പിമ്പിലുള്ളത് മറന്ന് ഇന്നലകളിൽ ഞാൻ സ്ഥാപിച്ചതും ഞാൻ നേടിയെടുത്തതും എന്ന് പറയുന്ന ഒരു കാര്യത്തിനും ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം എനിക്ക് മുന്നോട്ട് പോകുവാൻ ഒരു യാത്രയുണ്ട്. ഹല്ലേലൂയ. ഓഹ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചേ, ആരായി പറയുന്നത്? അല്ലേ, 3 മിഷണറി യാത്രകളും 1000കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് അനേക സഭകൾ സ്ഥാപിച്ച് അനേകരെ കർത്താവിന് വേണ്ടി വാർത്തെടുത്ത് തന്റെ ജീവിതം കർത്താവിന് വേണ്ടി ഹോമിക്കുവാൻ തീരുമാനമെടുത്ത് ഞാൻ എൻ്റെ ജീവനെ വിലയേറിയതാ എണ്ണുന്നില്ല എന്ന് പറഞ്ഞ പൗലോസ് പറയുകയാണ്, എനിക്ക് പിമ്പിലുള്ളത് മറക്കണം. കാരണം മുമ്പിലേക്ക് ആയണമെങ്കിൽ ഐ നീഡ് ടു ഫർഗെറ്റ് അബൌട്ട് മൈ പാസ്റ്റ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമ്മൾ നേടിയതിനെ പ്രൊജക്റ്റ് ചെയ്യുവാനാണ് പലപ്പോഴും നമുക്ക് താല്പര്യമായിട്ടുള്ളത്. ഇന്നലകളിൽ നമ്മൾ ചെയ്തതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമ്പ്രദായം ക്രിസ്തീയത്തിന്റെ അല്ല. പ്രൈസ് ദി ലോർഡ്. അതിനെല്ലാം പ്രതിഫലം സ്വർഗത്തിൽ ദൈവം തരും. എന്നാൽ ഇന്ന് day 1, ഹല്ലേലൂയ, ഇന്ന് മുന്നോട്ട് പോകണം. പൗലോസ് പറയുകയാണ്, പിമ്പിലുള്ളത് ഞാൻ മറന്ന് മുൻപിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ആയുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി
ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 3 പ്രധാനപ്പെട്ട ഡേഞ്ചർ ഇവിടെ പൗലോസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ പെർസ്യൂട്ടിൽ, ഈ ജീവിതയാത്രയിൽ, ക്രിസ്തു ദർശനത്തിൽ അധിഷ്ഠിതമായ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ പൗലോസ് എടുത്തു പറയുന്ന 3 പ്രധാനപ്പെട്ട ഡേഞ്ചേഴ്സ് ഉണ്ട്. ഈ 3 ഡേഞ്ചേഴ്സിന് എങ്ങനെയാണ് പൗലോസ് ഓവർകം ചെയ്തതെന്നും പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. അത് മാത്രം പെട്ടെന്നൊന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നത്, there is a danger of self dependence. സ്വയത്തിൽ ആശ്രയിക്കുന്ന ഒരു അപകടം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പെർസ്യൂട്ടിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് സെൽഫ് ഡിപ്പെൻഡൻസ്. എനിക്കറിയാം, ഐ നോ വാട്ട് ടു ഡു, അല്ലേ? ഐ നോ വാട്ട് ടു ഡു, ഐ എം എക്സ്പീരിയൻസ്ഡ്. എനിക്ക് എന്തുണ്ട്? എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിതൊക്കെ എത്ര കണ്ടിട്ടുള്ളതാണ്. പൗലോസ് പറയുകയാണ്, that's a danger. That's a danger. ഇന്ന് പുതിയ തുടക്കം എനിക്ക് തുടങ്ങണമെങ്കിൽ ഞാൻ ഇന്നലകളിലെ മറന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് ഞാൻ എന്ന് ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മീ, ഐ ആം നോട്ട് ഡിപെൻഡന്റ് ഓൺ മീ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം ആളാകുവാനുള്ള ഒരു മനോഭാവത്തിലാണ് നമ്മെ മുന്നോട്ട് കടത്തിവിടുന്നത്. സെൽഫ് ഡിപ്പെൻഡൻസ്, സെൽഫ് ഗ്ലോറി. പൗലോസ് തന്റെ കൃപയുടെ ആ ബഹുത്വത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ പാപികളിൽ ഞാൻ രണ്ടാമൻ. അങ്ങനെയാണോ പറഞ്ഞത്? കാരണം എന്തെന്നറിയാമോ? കൃപയുടെ ആ പ്രൊവിഷൻ ആർക്കും വിട്ടുകൊടുക്കുവാൻ താൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളാണെങ്കിൽ പറയുമോ ആ പാപികൾ ഒന്നാമനെന്ന് നമ്മൾ പറയുമോ? ഞാൻ പറയത്തില്ല. ഞാൻ ഒരു മയത്തിലൊക്കെ പറഞ്ഞ് ഞാനും ഒരു പാപിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ശ്രമിക്കത്തുള്ളൂ. പൗലോസ് പറഞ്ഞു, നോ 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 നോ, ആ സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനാകുന്നത് കൃപയാലാണ്. ഒരു നിമിഷം പോലും എന്റെ സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുവാൻ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അവൻ എന്നെ തേടി വന്നു. ഹല്ലേലൂയ. ആ കവണന്റിന്റെ ആഴമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച്, ഇന്ന് പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ദാനം എന്ന് പറയുന്നത് ആ പാപികളിൽ ഒന്നാമനായ നമ്മെ കർത്താവ് കാൽവരിയിൽ കണ്ടു എന്നുള്ളതാണ്. അതിൽ നമുക്ക് പുകഴുവാനായിട്ടൊന്നുമില്ല. ഈ പെർസ്യൂട്ടിൽ, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ പങ്കുള്ളവനായി തീരണമെന്നുള്ള ഈ യാത്രയിൽ പൗലോസ് പറയുകയാണ്, the danger of self-dependence. പൗലോസ് അതിന് മുന്നത്തെ വാക്യങ്ങളൊക്കെ പറയുന്നത് നമുക്കറിയാവുന്ന ഭാഗമാണ്. പ്രശംസിക്കണമെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? ന്യായപ്രമാണം സംബന്ധിച്ചാണെങ്കിലും ഇസ്രായേൽ പൗരതയോട്, ഇസ്രായേൽ ജനിച്ച ഇസ്രായേലിന് എബ്രായൻ എന്തെല്ലാം വേണം? ഒരു സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ ക്രിഡൻഷ്യൽസും എനിക്കുണ്ട്, ഇല്ലേ? പക്ഷേ ഞാൻ ക്രിസ്തു നിമിത്തം ആ ഒരു പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം ലാഭമാ. യെസ്, ക്രിസ്തുവിനെ നേടുക എന്നുള്ള ചിന്ത മാറ്റിയാൽ പൗലോസ് ചപ്പൊന്നും ചവർന്നു വേണ്ടിയതൊക്കെ ലാഭക്കച്ചവടമാണ്, അല്ലേ? ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി, ഇതെല്ലാം ലാഭമായി മാറും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. ലക്ഷ്യത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ പെർസ്പെക്റ്റീവ് മാറും, ജീവിത വീക്ഷണം മാറും. ഹല്ലേലൂയ.
എന്നാൽ ലക്ഷ്യമാണ് പ്രാധാന്യം. അല്ലേ? എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മോശ മരിച്ചപ്പോൾ യോശുവയുടെ ട്രാൻസിഷന്റെ സമയത്ത് ദൈവം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യോശുവയുടെ പുസ്തകം 1, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. എൻ്റെ ദാസനായ മോശ മരിച്ചു. മോശയുടെ റെസ്യൂമേ കർത്താവ് എഴുതിയ ഒരു പേജാ. ആ പേജിൽ ഒറ്റ വാചകമേ ഉള്ളൂ, എൻ്റെ ദാസനായ മരിച്ചു. എനിക്ക് ദൈവത്തോട് ചോദിക്കാനുള്ളൂ, ദൈവമേ അത്രേ ഉള്ളോ? മിസ്രൈമിലെ 10 ബാധ, അതിനെക്കുറിച്ച് 2 വാചകം വേണ്ടേ? ചെങ്കടൽ പിളർത്തിയത്, 40 വർഷം ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവന്ന ലീഡർഷിപ്പ് സ്കിൽസ്, അതൊക്കെ ഒരു വാചകം പറയണ്ടേ? ദൈവം പറയുകയാണ്, അതെല്ലാം എൻ്റെ ദാസൻ എന്നുള്ള പദവിയിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റെസ്യൂമെയാണ്. നോ സെൽഫ് ഡിപ്പെൻഡൻസ്. എൻ്റെ ദാസനായ മോശ മരിച്ചു. എന്നിട്ട് യോശുവയോട് ദൈവം പറയുകയാണ്, ഇനി നിന്റെ ഊഴമാണ്. അല്ലേ? നിനക്കും ഒരു കാലഘട്ടം വരും, എരിഹോ മതിലൊക്കെ നാളെ വീഴും, യോർദാനൊക്കെ എന്ത് ചെയ്യും? പിളരും. അനേക രാജാക്കന്മാരോട് നീ യുദ്ധം ചെയ്ത് ജയിക്കും, പക്ഷെ അതൊന്നും നിന്റെ റെസ്യൂമിൽ കയറി വരരുത്. മോശയോടുകൂടെ ഞാൻ ഇരുന്നത് പോലെ, ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നിന്നോടുകൂടെ ഇരിക്കുമെന്നങ്ങ് പറഞ്ഞാൽ പോരെ? നോ 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 നോ. മോശയോടുകൂടെ എങ്ങനെ ഇരുന്നുവോ അങ്ങനെ മാത്രമേ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുകയുള്ളൂ. ലുക്ക് അറ്റ് ദ റെസ്യൂമേ ഓഫ് മോശ. മോശയുടെ റെസ്യൂമേ എങ്ങനെ ഇരുന്നുവോ, എപ്രകാരം മോശ ദൈവത്തിന്റെ ദാസനായിരുന്നുവോ, അതുപോലെ ദൈവത്തിന്റെ ദാസനായി നീ മുന്നോട്ട് പോയാൽ നിന്റെ നേരെ നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. മോശയോടുകൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. But the moment you get into the danger of self-dependence, you are gone. ആയിക്കെതിരെ എന്ത് സംഭവിച്ചു? അല്ലേ? ആയിക്കെതിരെ എന്ത് സംഭവിച്ചു? സെൽഫ് ഡിപ്പെൻഡൻസ്. അത്ര അധികം ആളുകളൊന്നും പോകേണ്ട കാര്യമില്ല, അല്ലേ? നമുക്കറിയാം എന്ത് സംഭവിച്ചു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ക്രിസ്തുവിനെ നേടേണ്ടതിനെ നമ്മളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ 2 പേര് മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇതിൻ്റെ മധ്യത്തിലില്ല. വേറെ ആരും ഇതിൻ്റെ മധ്യത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ആരുമില്ല, ഞാനും എൻ്റെ കർത്താവും. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ ക്രിസ്തു നിമിത്തം സകലവും ചപ്പന്നും ചവറന്നും വേണ്ടെന്നു. യോശുവയെക്കുറിച്ച് പിന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹോവയുടെ ദാസനായ യോശുവ മരിച്ചു. വാട്ട് എ പ്രിവിലേജ്. നമ്മുടെ റെസ്യൂമെ ഒന്നും നമ്മൾ കോംപ്ലക്സ് ആക്കി തീർക്കരുത്. പ്രൈസ് ദി ലോർഡ്. കീപ് ഇറ്റ് വെരി സിമ്പിൾ. കീപ് ഇറ്റ് വെരി സിമ്പിൾ. നമ്മുടെ അക്കംപ്ലിഷ്മെൻറ്റിനൊന്നും ഒരു പ്രാധാന്യവുമില്ല. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മുന്നോട്ടുള്ള ദൂരം നോക്കുമ്പോൾ ഇതെല്ലാം ചപ്പന്നും ചവറന്നും ഞാൻ എണ്ണുകയാണ്. എനിക്ക് ലക്ഷ്യം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിനെ ഓവർകം ചെയ്യുവാൻ പൗലോസ് എപ്പോഴും തന്നെ റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് the conviction about his call. എപ്പോഴെല്ലാം സെൽഫ് ഡിപ്പെൻഡൻസിന്റെ ആക്രമണം നമുക്ക് നേരെ വരുമോ, നമ്മളൊരു കാര്യം ആലോചിക്കണം. എൻ്റെ കർത്താവാണ് എന്നെ വിളിച്ചത്. ആരുടെ വാക്ക് കേട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്? നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, അല്ലേ? ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ എന്ത് ചെയ്തില്ല, ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന്റെ നടുവിൽ. ആരുടെ വിളി കേട്ട്? നിൻ വിളി കേട്ട്. പ്രൈസ് ദി ലോർഡ്. 2 തിമോഥെയോസ് 1:12 പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു എന്നല്ല, ആണോ?
ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നതിനേക്കാൾ, സഭയിലുള്ളവർ അറിയുന്നതിനേക്കാൾ, സഭയിലെ ശുശ്രൂഷകൻ അറിയുന്നതിനേക്കാൾ ഞാൻ അറിയുന്നു. ദ കൺവിക്ഷൻ. ഈ അഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ, ഈ കവണന്റ് സൈൻ ചെയ്തപ്പോൾ എന്നോടുകൂടി ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയാണ് സൈൻ ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന്, ഈ കവണന്റിന്റെ, ഈ നിയമത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഐ നോ whom I believe. അവൻ എന്റെ ഉപനിധി, അവനാണ് കാപ്പാൻ ശക്തൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനെ, pursuit of Paul, the danger of self-dependence, he is overcoming the conviction of the call. എല്ലാ ദിവസവും നമ്മളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണം, എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാണ്, എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാണ്, ആരുമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് എനിക്ക് അവനുമായിട്ടാണ് കാര്യമുള്ളത്, അവനുമായിട്ടാണ് കാര്യമുള്ളത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ആരും എന്നെ ഫോളോ ചെയ്തില്ലെങ്കിലും, no one follow me, still I will follow, because it's between me and him. രണ്ടാമതായി പൗലോസ് പറയുന്ന ഒരു അപകടമുണ്ട്, the danger of self justification. എന്താണ്? I am already perfected. ഞാൻ എന്ത് ചെയ്തു? കഴിഞ്ഞു, ഇനി എനിക്ക് യാതൊരു കുഴപ്പവും, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള സെൽഫ് ഡിപ്പെൻഡൻസും, ഞാൻ തികഞ്ഞവനായി എന്നുള്ള സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. പൗലോസ് പറയുകയാണ്, എന്താണ്? സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, നേടിയെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല? നിരൂപിക്കുന്നില്ല. അങ്ങനെ എൻ്റെ നീതി വരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിത വീക്ഷണം നിർവചിച്ചപ്പോൾ ഒരു കാര്യം എഴുതി വെച്ചു, എൻ്റെ നീതിയല്ല, യേശു ക്രിസ്തുവിൻ്റെ നീതി. പ്രൈസ് ദി ലോർഡ്. ഇതിനെങ്ങനെയാണ് പൗലോസ് ഓവർകം ചെയ്തതെന്ന് അറിയാമോ? Not only that he had the conviction about the call, he had a realization of the discipline needed for this pursuit. ഈ യാത്രയ്ക്ക് ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചേ, പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ 3 പ്രധാനപ്പെട്ടതായ ഇമേജസ് പൗലോസ് കൊണ്ടുവരുന്നുണ്ട്, ഇല്ലേ? പടയാളി, ഓട്ടക്കാരൻ, കൃഷിക്കാരൻ, അല്ലേ? 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന, യാതൊരു പടയാളിയും പട ചേർത്തവനെ പ്രസാദിപ്പിക്കാൻ, ആ പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിത ലക്ഷ്യമെങ്കിൽ ജീവനകാര്യങ്ങളിൽ ഇടപെടാം, ഒരു പ്രയാസവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെങ്കിൽ യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടും. അപ്പൊ വീക്ഷണത്തിന്റെ വ്യത്യാസമാണ്. ആരെങ്കിലും പ്രസാദിപ്പിച്ചാൽ മതിയെങ്കിൽ ഡിസിപ്ലിൻ്റെ ആവശ്യമുണ്ടോ? നോ നീഡ്. പടയാളിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇന്നലകളുടെ പ്രശംസകൾ മാത്രം പടയാളിയെ മുന്നോട്ട് നയിക്കുന്നില്ല. ഇന്നൊരു യുദ്ധമുണ്ടായാൽ ആർ യു റെഡി? ഡേ 1 ഓട്ടം. ഏതെങ്കിലും ഒരു ഓട്ടക്കാരൻ താൻ പിന്നിട്ട ദൂരം കണ്ടുകൊണ്ട് ആനന്ദിച്ച് നിന്നിട്ടുണ്ടോ? ഇല്ല. ഫോക്കസ്ഡ് ഓൺ the distance he has to cover. അല്ലേ? ഡിസിപ്ലിൻ. കൃഷിക്കാരൻ അല്ലേ? മുന്നോട്ടാണ്, ഫോർവേഡ് ലുക്കിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഈ 3 ഇമേജസിനെയും തൻ്റെ ജീവിത വീക്ഷണത്തോടുള്ള ബന്ധത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് പൗലോസ് തൻ്റെ നിര്യാണ കാലത്തോടടുത്തപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, ഞാനൊരു പടയാളിയെ പോലെ പൊരുതും, അല്ലേ?
ഒരോട്ടക്കാരനെ പോലെ ഞാൻ എന്ത് ചെയ്തു? ഓട്ടം തികച്ചു. ഒരു കൃഷിക്കാരനെ പോലെ ഞാൻ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. The danger of self-justification. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പർസ്യൂട്ടിൽ നമുക്ക് ആവശ്യമായ ഡിസിപ്ലിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ബോധവാന്മാരായി മാറുമ്പോൾ നമ്മൾ സ്വയം നീതിയിൽ ആശ്രയിക്കുകയില്ല. ഇനിയും എൻ്റെ ക്രിസ്തുവിനെ പോലെ എനിക്കാകണം, ക്രിസ്തുവിനെ പോലെ എനിക്കാകണം. ഈ യാത്രയിൽ അവൻ്റെ മരണത്തോട് പുനരുത്ഥാനത്തോട് പങ്കുള്ളവനായി, അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി തീരണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് പൗലോസ് മുന്നോട്ട് പോകുന്നത്. 1 കൊരിന്ത്യർ 9:27 പൗലോസ് ഈ ഡിസിപ്ലിൻ്റെ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9:27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. പൗലോസ് പറഞ്ഞത് എന്താണ്? മറ്റുള്ളവരോട് പ്രസംഗിച്ച്, ഇനി പ്രസംഗം നന്നായില്ല എന്ന് മറ്റുള്ളവർ പറയുമോ എന്നുള്ള പേടിയല്ല, ഇനി എന്നെ ഒരിക്കൽ കൂടി വിളിക്കുമോ എന്നുള്ള ഭയമല്ല. പ്രസംഗിച്ച ശേഷമാണ് പൗലോസിന്റെ ഡിസിപ്ലിൻ. ഇനി ഞാനെങ്ങാനും കൊള്ളരുതാത്തവനായി മാറുമോ എന്നുള്ള ഭയം. ഞാൻ എൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? ഡിസിപ്ലിൻ ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമുക്ക് സംഭവിച്ച അപകടം എന്ന് പറയുന്നത്, we are separating message from the messenger. മെസ്സേജിനെ ഒരു കമോഡിറ്റിയായി മാറ്റിയത് കൊണ്ട് എന്തും പ്രസംഗിക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്, അല്ലേ? നമ്മളൊരു പ്രാസംഗികനെ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഈ വിഷയം ഹാൻഡിൽ ചെയ്യാവുന്നു? യെസ്, ഐ ക്യാൻ ഹാൻഡിൽ. നത്തിങ് ടു ഡു വിത്ത് മൈ ലൈഫ്. എൻ്റെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഞാൻ എന്ത് ചെയ്തോളാം. ഈസിലി സെപ്പറബിൾ ആണ്. ജീവിതവും സന്ദേശവുമായി യാതൊരു ബന്ധവുമില്ലാതെ വരുമ്പോൾ സന്ദേശം കമോഡിറ്റിയായി മാറുന്നു. സുവിശേഷം വാണിജ്യവൽക്കരിക്കപ്പെടുന്നു. വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല. പൗലോസ് പറയുകയാണ്, it is not detachable, ഇത് tightly integrated ആണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ നിന്ന് വലിച്ചു കീറിയ ഏടുകളാണ് എൻ്റെ പ്രഭാഷണങ്ങൾ. ഹല്ലേലൂയ. എളുപ്പത്തിലൊന്നും മാറ്റുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രസംഗിച്ച ശേഷം ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഞാൻ എൻ്റെ ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്യുക. കാരണം ഇത് ആരുമായിട്ടുള്ള ബിസിനസ്സാണ്. ഞാനും എൻ്റെ കർത്താവും. ഞാൻ ക്രിസ്തു, വേറെ ആരും ഇതിൻ്റെ ഭാഗമല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ജീവിതമാണ് ആവശ്യം. ജീവിതമാണ് പ്രഭാഷണമായി മാറേണ്ടത്. ജീവിതമാണ് സന്ദേശമായി മാറേണ്ടത്. അടുത്ത ഒരു തലമുറ നമ്മെ നോക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് ജീവിതമുണ്ടോ എന്നുള്ളതാണ്, അല്ലാതെ പ്രസംഗമുണ്ടോ എന്നല്ല. ജീവിതമുണ്ടോ? ഞാൻ മുന്നോട്ട് പോകട്ടെ. Paul is talking about the third danger. മൂന്നാമത്തെ, self-gratification. Not only self-dependence, self-justification and self-gratification. എന്താണെന്നറിയാമോ? ഇതുവരെ നേടിയതാണ് ഇനി നേടാനുള്ളതിനേക്കാൾ വലുതെന്നുള്ള ഒരു ചിന്ത. എപ്പോഴും well done തന്നെത്താൻ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുന്നത്, നോ 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 എനിക്കിനി അറ്റൈൻ ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഒരു പക്ഷേ മാഗ്നിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിലും ആ ഒരു ദിവസം 90 വയസ്സ് ഞാൻ ജീവിച്ചതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇൻ ക്രിസ്ത്യൻ പെർസ്യൂട്ട്
Every day is day one. Praise the Lord. Hallelujah. പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നേയുള്ളൂ. എങ്ങനെയാണ് പൗലോസ് ഇതിനെ ഓവർകം ചെയ്യുന്നത്? The clarity of the goal he had in his life. Number one, the conviction of the call. Number two, the realization of the discipline. And number three, the clarity of the goal. ആര് വെച്ച ഗോളാണ്? ഞാൻ തന്നെ അല്ലേ? പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹൈ ജമ്പ് ചാടി പറ്റാതെ ആയപ്പോൾ താൻ തന്നെ ഒരു ടാർഗറ്റ് വെച്ച് സന്തോഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പൗലോസ് പറയുന്നു, നോ 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 നോ, എൻ്റെ ലക്ഷ്യം ഞാൻ വെച്ചതല്ല, എൻ്റെ ലക്ഷ്യം എൻ്റെ സഭക്കാർ വെച്ചതല്ല, എൻ്റെ ലക്ഷ്യം ആര് വെച്ചതല്ല, എൻ്റെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്കായിട്ട് ഞാൻ ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രായോഗികമായ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് പൗലോസ് തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന എങ്ങനെയാണ്? ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. 3 മിഷണറി യാത്രകൾ കഴിഞ്ഞ് താൻ യെരുശലേമിൽ വന്നു അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം മുതൽ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലോ അല്ലേ? 3 മിഷണറി യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വന്നു. യെരുശലേമിൽ താൻ സാക്ഷീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ശക്തമായ ഉപദ്രവം നേരിട്ടു. അറിയാവുന്ന ഭാഗമായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അല്ലേ? ന്യായവിസ്താരങ്ങളുടെ വിസ്താരങ്ങൾ താൻ ഓരോന്നോരോന്നായിട്ട് വിസ്താരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവേ, പൗലോസിൻ്റെ ചിന്താഗതിയിൽ വന്നില്ലായിരിക്കാം. ഞാനായിരുന്നെങ്കിൽ ചിന്തിക്കും, കർത്താവ് 3 മിഷണറി യാത്ര കഴിഞ്ഞു, ഇനി ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു വിശ്രമ ജീവിതം, കുറച്ച് ബൈബിൾ സ്റ്റഡിയൊക്കെ എടുത്ത് അല്ലേ, ഇനിയുള്ള കാലം യെരുശലേമിൽ. ട്വിസ്റ്റ്, പൗലോസേ, നിനക്കിട്ട ലക്ഷ്യം ഞാനാണ്. 23-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞൊരു വാക്യമാണ്. പൗലോസിനോട് പറയുകയാണ്, യെരുശലേമിൽ നീ സാക്ഷീകരിച്ചതുപോലെ ഇനി റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. റിയലി? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എനിക്ക് പൗലോസിനോട് വളരെ പാവം തോന്നി. 10,000-കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് അനേക സഭകൾ സ്ഥാപിച്ച് തിരിച്ചു വന്ന പൗലോസിനോട് പറയുകയാണ്, യെരുശലേമിൽ നീ സാക്ഷീകരിച്ചതുപോലെ ഇനി എവിടെ സാക്ഷീകരിക്കണം? എൻ്റെ മറുചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള യാത്രകൾ സുഗമമായി തീരണ്ടേ? ഇല്ല. 23-ാം അധ്യായം മുതൽ 27-ാം അധ്യായം വരെ നിങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് എണ്ണുവാനിടയായി, ഏകദേശം 10-12 പ്രാവശ്യം ഡിലേ വരുവാനായിട്ടിടയായി തീർന്നു. പല നാൾ, 3 വർഷം, 2 വർഷം, പിന്നെ ഫെസ്തോസിൻ്റെ ന്യായവിസ്താരം, ഫിലിക്സിൻ്റെ ന്യായവിസ്താരം. എന്തിനേറെ പറയുന്നു, 27-ാം അധ്യായത്തിൽ കപ്പൽ ഛേദം. എന്തിനു വേണ്ടി? പിടിച്ചത് കഴിഞ്ഞു എന്ന് നിരൂപിച്ചാൽ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇതുവരെ പ്രാപിച്ചതാണ് ഏറ്റവും വലുതെന്ന് ചിന്തിച്ച് റിട്ടയർ ചെയ്താൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇനിയും പിടിക്കാമോ എന്ന് വെച്ചുള്ള തന്നെ യാത്രയിൽ, റോമിലേക്കുള്ള തന്നെ യാത്രയിൽ എല്ലാം അവസാനിച്ചു, ഇനി മതി എന്ന് തോന്നുന്ന നിമിഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന് പറയുകയാണ്, there is Rome left for you. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എല്ലാം കഴിഞ്ഞു, ഇനി മതി എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ ഒരു സ്ഥലം കൂടി, ഹല്ലേലൂയ, ഒരു ട്രാൻസ്ഫർ കൂടി, ഒരു സ്ഥലം കൂടി, ഒരു വ്യക്തി കൂടി നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. there is Rome left for you. മുന്നോട്ട് പോകണം. റോം നിങ്ങൾക്കായി വെച്ചിട്ടുണ്ട്. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോൾ അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി. പൗലോസിനോട് പറയുകയാണ്, പൗലോസേ, നീ ഒരു വാക്തത്വത്തിൽ സഞ്ചരിക്കുന്ന ഒരു പടയാളിയാണ്. നിനക്കും നിന്നോട് കൂടെയുള്ളവർക്കും ഒന്നും സംഭവിക്കുകയില്ല. കാരണം നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കണം. ഞാനും പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. കഴിഞ്ഞ 3 മിഷണറി യാത്രകളിൽ ഞാൻ പ്രാപിച്ചെടുത്തതിനെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വലിയ കാര്യമായിട്ട് എണ്ണുന്നില്ല. ഇനി എൻ്റെ യാത്ര മുന്നോട്ടാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
പൗലോസിൻ്റെ ജീവിത വീക്ഷണം. ക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ടുള്ള, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത്, ഞാനും ക്രിസ്തുവും മാത്രം. എന്നിട്ട് പൗലോസ് അവസാനമായിട്ട് പറയുകയാണ്, ഐ നോ ഹു മൈ കോൾ. എൻ്റെ വിളിയെക്കുറിച്ചൊരു ബോധ്യം എനിക്കുണ്ട്. ഈ പർസ്യൂട്ടിൽ ആവശ്യമായ ഡിസിപ്ലിനെ കുറിച്ച് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ട്. എൻ്റെ ഗോളിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഈ പർസ്യൂട്ടിൽ ഒരവസാനം വരുന്നുണ്ട്. അന്ന് എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്, ഏത് കർത്താവ്? ഞാനും നീയുമായും തുടങ്ങിയ ബന്ധത്തിലുള്ള ആ കർത്താവ്, ദ സെയിം ലോർഡ്, ദാറ്റ് ഡേ, ആ ദിവസത്തിൽ കർത്താവ് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ഏത് കർത്താവ്? ഏത് കർത്താവിന് വേണ്ടി ഞാൻ ഓടിയോ? ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഇങ്ങനെ വല്ലവിധേനയും പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഓടിയ ഞാൻ, അതേ കർത്താവിൻ്റെ കയ്യിൽ നിന്നും the Lord himself, വേറെ ആരുമല്ല, the Lord himself will give away the crown, ജീവകിരീടം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. എനിക്ക് മാത്രമല്ല ഈ പർസ്യൂട്ടിൽ എന്നോടൊപ്പം യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ച തിമോത്തിയോസേ, നിനക്കുമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഇവിടെയുള്ള ദൈവമക്കളെ, നിങ്ങൾക്കുമുണ്ട് ഒരു പ്രതിഫലം. പക്ഷേ ആർ യു ഇൻ ദ ഗെയിം? നിങ്ങൾ ആ പർസ്യൂട്ടിൽ മുന്നോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനെ. വേറെ ആരും എനിക്കൊരു വിഷയമല്ല. ആരെന്നെ പിൻപറ്റുന്നു, ആരുടെ അക്രോഡ്സ് എനിക്കുണ്ടോ എന്നുള്ള ഒരു വിഷയമല്ല. ഞാനും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഈ യാത്രയിൽ ഞാൻ ഒരു പടയാളിയെ പോലെ, ഒരു ഓട്ടക്കാരനെ പോലെ, ഒരു കൃഷിക്കാരനെ പോലെ വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് നല്ല പോർപ്പരുത്. എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി അപ്വേർഡ് കോളിങ്ങിനായിട്ട് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ഈ ജീവിതയാത്രയിൽ കടന്നു വരുന്ന ഡേഞ്ചർ of self-justification, self-dependence and self-gratification ഓവർകം ചെയ്തുകൊണ്ട് എന്നെ വിളിച്ചിരിക്കുന്നവൻ ആരെന്നുള്ള ബോധ്യത്തോടെ എൻ്റെ ശരീരത്തെയും എൻ്റെ ദേഹത്തെയും ദേഹിയെയും ഡിസിപ്ലിൻ ചെയ്യണമെന്നുള്ള പൂർണ്ണമായ ദൃഢനിശ്ചയത്തോടെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഗോളിൻ്റെ ക്ലാരിറ്റിയോടെ ഞാൻ മുന്നോട്ട് തന്നെ പോകും. അതിനായിട്ട് ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ നിങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.